കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിൻ്റെ ഉൾഗ്രാമങ്ങൾ എന്നെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. പണ്ട് പാണ്ഡ്യ രാജാക്കന്മാർ ഒളിച്ചിരുന്ന കോട്ടത്താവളം തൊട്ടുള്ള കാഴ്ചകളങ്ങ് തുടങ്ങുകയായി. നമ്മുടെ വാഗമണ്ണിലെ കുരിശുമലയ്ക്ക് മുകളിൽ നിന്ന് നിങ്ങൾ താഴത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന കുറേ ഗ്രാമങ്ങളുണ്ട്. അവിടേക്കാണ് നമ്മുടെ യാത്ര. ചെങ്കുത്തായ മലഞ്ചെരുവുകൾ കൊണ്ട് നമ്മളെ ഞെട്ടിച്ച് കളയും പൂഞ്ഞാറും അടിവാരവും ഒക്കെ. ഈ മലഞ്ചെരുവിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിതമൊക്കെ നിങ്ങളൊന്ന് കാണേണ്ട തന്നെ കേട്ടോ. ഒരിക്കലെങ്കിലും ഇതുപോലുള്ള ഗ്രാമത്തിൽക്കിടെ ഒന്ന് യാത്ര ചെയ്യണം. നമുക്ക് കാണാം പൂഞ്ഞാറിലെ മലയ്ക്ക് മുകളിലെ കാഴ്ചകൾ. എല്ലാവർക്കും നമസ്കാരം. അനൂപ് ട്രാവൽ ഡ്രീംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിലാണോ ഉള്ളത്. അപ്പോൾ പൂഞ്ഞാറ് ഇവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. നമ്മൾ പൂഞ്ഞാറിൽ വന്നാൽ ഇവിടുത്തെ ഒരു 15 അല്ലെങ്കിൽ 20 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന കുറേ നല്ല സ്ഥലങ്ങളാണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇവിടെ അടിവാരം എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്. അതായത് ഈ പൂഞ്ഞാറിൽ വന്ന ബസ് ഈ അടിവാരം വരെയൊക്കെ ഉള്ളൂ. അടിവാരത്ത് നിന്ന് വലിയൊരു മലയൊക്കെ കയറി നമുക്ക് വാഗമണിലൊക്കെ പോകാനുള്ള വഴികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടിവാരം എന്ന ഗ്രാമത്തെക്കുറിച്ചും പിന്നെ ഈ പൂഞ്ഞാറിൻ്റെ പരിസര പ്രദേശങ്ങളിൽ കിടക്കുന്ന കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന പൂഞ്ഞാർ രാജാവ് ഒരു കാലത്ത് ഭരിച്ചിരുന്ന നാട്ടിലേക്കാണ്. പൂഞ്ഞാറിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന കുറേ നല്ല സ്ഥലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മുടെ മുന്നിലുള്ള ഈ ഒരു വഴി കാഞ്ഞിരങ്കാല വളവാട്ടോ. ഒരു കാലത്ത് ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുള്ളൊരു വളവ് തന്നെയാണ് ഈ കാഞ്ഞിരങ്കാല വളവ്. എന്തായാലും നിങ്ങൾ ഈ വഴി പോകുമ്പോൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് നേരെ ചെല്ലുന്ന പൂഞ്ഞാറിൻ്റെ സ്വന്തം ടൗണായിട്ടുള്ള ഈരാറ്റുപേട്ടയിലാണ് കേട്ടോ. ഈരാറ്റുപേട്ടയിൽ നിന്ന് ഒരു 5 കിലോമീറ്ററോളം ദൂരമുണ്ട് പൂഞ്ഞാറിലേക്ക്. അപ്പോൾ പൂഞ്ഞാറിൽ നിന്ന് പെട്ടെന്ന് പോയിട്ട് വരാവുന്ന കുറേ നല്ല സ്ഥലങ്ങളുണ്ട്. അത് പൂഞ്ഞാറിൻ്റെ ഉൾഗ്രാമങ്ങളിലേക്കാണ് നമ്മുടെ യാത്ര. അതായത് അടിവാരം എന്നൊരു സ്ഥലമുണ്ട്. നമ്മുടെ ബസ്സൊക്കെ അവിടം വരെ ഉള്ളൂ. ഇപ്പോൾ അടിവാരം എന്നൊരു മലയുടെ അതായത് നമ്മുടെ വാഗമണിലെ കുരിശുമലയൊക്കെ ഇല്ലേ, ആ കുരിശുമലയുടെ അടിയിലുള്ളൊരു സ്ഥലമാണ് അടിവാരം. അപ്പോൾ നമുക്ക് അടിവാരത്തിൻ്റെ അടുത്ത് അടിവാരത്തിന് മുണ്ടക്കയത്തിന് പോകാം. അങ്ങനെ കുറേ ഉൾഗ്രാമങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നേർക്കാഴ്ചകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈരാറ്റുപേട്ട രാവിലെ ഒന്ന് ഉണർന്നെണീക്കുന്നുള്ളൂ കേട്ടോ. അതെ, പേട്ടയിലെ ഈ ഒരു മലമുകളിലോട്ടാണ് നമ്മുടെ യാത്ര. നമ്മൾ ഈ അടിവാരത്തോട്ട് വരുമ്പോഴല്ലോ ഇത് ഫുള്ള് എൻ്റെ ബാക്കി കണ്ടോ, ഫുള്ള് മലകളാട്ടോ. നമ്മൾ എവിടെ തിരിഞ്ഞാലും മലകൾ. എനിക്ക് തോന്നുന്നു ഇത്ര മലയുള്ളൊരു സ്ഥലം ഇവിടെ അടുത്ത് കോട്ടയം ജില്ലയിൽ വേറെ ഇല്ലെന്ന് തോന്നുന്നു. പൂഞ്ഞാറാന്ന് തോന്നുന്നു. ആ പൂഞ്ഞാറാരെ മറ്റൊരു പ്രത്യേകത അറിയോ, എവിടെ മലയുണ്ടെങ്കിലും ആ മലയ്ക്കൊക്കെ ആ മലയുടെ മുകളിൽ കയറി റബ്ബർ വെക്കാൻ ഒരു പ്രത്യേക കഴിവുള്ള ആൾക്കാരാട്ടോ ഇവിടെ ഉള്ളവർ. നമ്മളൊക്കെ ഹൈ റേഞ്ചിലൊക്കെ പോയാൽ എവിടെ മലയുണ്ടെങ്കിലും ആ മലയ്ക്ക് മുകളിൽ ഏലം വെക്കില്ലേ, അതേപോലെ തന്നെ ഇവിടെ എവിടെ പോയാലും റബ്ബറാണ്, ഫുള്ള് റബ്ബർ. അതുകൊണ്ട് ഈ മല കയറി കൈപ്പള്ളി മലയാണ്. ഈ മലയുടെ അപ്പുറമാണ് നമ്മളിന്നാണ് ഷൂട്ട് ചെയ്ത മുതുകോരമലയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറേ നല്ല സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളങ്ങനെ ഓരോരോ സ്ഥലങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അടിവാരത്തേക്ക് പോകാം. ഇത് അടിവാരത്തുള്ളൊരു ബസ് സ്റ്റോപ്പ് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ബസ്സുണ്ട് കേട്ടോ. 6:13, 6:30. എനിക്ക് വേണമെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഇടവിട്ട് ഇഷ്ടംപോലെ വണ്ടിയാണ് കേട്ടോ. അടിവാരത്തുള്ള ഈ കടയിൽ ഇവിടെ ആകെയുള്ളൊരു കട കേട്ടോ. ചേട്ടൻ്റെ പേര് പറഞ്ഞു, ബേബി. നമ്മൾ ഈ അടിവാരത്തിന് എങ്ങോട്ടൊക്കെ പോകാൻ ചേട്ടാ? ഇവിടെ ഇങ്ങോട്ട് തീരുവാണോ വഴി? എളങ്കാട് വഴി ഏന്തയാറ് മുണ്ടക്കയം അതിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. മുണ്ടക്കയം പോകാനുള്ള വഴിയാണ്. ഈ വാഗമണിലെ കുരിശുമലയൊക്കെ ആൾക്കാർ ഇതിലൊക്കെ ഇങ്ങനെ പോകാറുണ്ട്. അത് നടന്നു പോകാനേ സാധിക്കുള്ളൂ. ഒരു 2 കിലോമീറ്റർ മുകളിൽ വരെ ജീപ്പ് പോലെയുള്ള വണ്ടികൾ പോകും. കോൺക്രീറ്റ് ടാറിങ് ആയിട്ടുണ്ട് അവിടെ ഉണ്ടല്ലേ? ഈ കോട്ടത്താവളം മീനച്ചിലാറിന്റെ ഉത്ഭവമൊക്കെ ഇവിടുന്ന് മീനച്ചിലാറിന്റെ ഉത്ഭവത്തിന്റെ സ്ഥലത്തോട്ടാണ് ഈ കോട്ടത്താവളം എന്നൊക്കെ പറഞ്ഞുള്ള പോകുന്നത്. അപ്പൊ ഈ കോട്ടത്താവളം പേര് വന്ന എന്തുകൊണ്ടാണെന്നറിയോ? കോട്ടത്താവളം എന്ന പേര് വന്ന പഴമക്കാർ പറഞ്ഞു കേട്ടിരിക്കുന്നത് ഇവിടെ പഴയ തമിഴ്നാട്ടിൽ നിന്ന് രാജാക്കന്മാരും ഒക്കെ വന്ന് ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഈ പൂഞ്ഞാർ രാജ കുടുംബം ഒക്കെ ആയിട്ടൊക്കെയുള്ള ബന്ധങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതെയോ? അപ്പോൾ അവിടെ അതിന് കോട്ട ആയിരുന്നു കോട്ടത്താവളം എന്ന് പറഞ്ഞു. വഴിയുണ്ട്. ഈ അടുത്ത കാലത്ത് കുറച്ച് റോഡുകളൊക്കെ വെട്ടി വന്നായിരുന്നു. പ്രദേശം റോഡ് വെട്ടാൻ പറ്റിയ സ്ഥലമല്ല എന്ന ഒരു രീതിയിലാണ് ഉരുളു പോലെയുള്ള മണ്ണൊരിച്ചിലും ഒക്കെ ഉണ്ടായിട്ട് തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. പുതിയ റൂട്ട് കണ്ടെത്തി അവിടെ റോഡ് വെട്ടും. ഇവിടുത്തെ MLA ഒക്കെ അതിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. റോഡ് വരാനുള്ള എല്ലാ ശ്രമങ്ങളും MLA ഭാഗത്തുനിന്ന് നടത്തുന്നുണ്ട്. റോഡ് വരും എന്നാണ് വിശ്വാസം. റോഡ് വന്നാൽ ടൂറിസ്റ്റുകൾക്കും അല്ലെങ്കിൽ ഈ നാടിന് തന്നെ അതൊരു ഒത്തിരി മാറ്റമാകും. ലാറി ബക്കർ പണിത പള്ളിയാണ് ഇവിടുത്തെ പള്ളി എന്ന് പറയുന്നത്. ലാറി ബക്കർ വലിയ ശില്പി റൗണ്ടാണ് ഈ അടിവാരം പള്ളി. അതിന് പിന്നെ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ അതിന് തൂണില്ല, വട്ടത്തിൽ പണിത് വെച്ചിരിക്കുന്നു. ഇപ്പം തുറന്നിട്ടിരിക്കുകയാണ്, കാണാൻ സാധിക്കും. പള്ളി ഒന്ന് പുതുക്കി പണിതിട്ടുണ്ട്. ശരി. അപ്പൊ നമുക്ക് ഈ അടിവാരം പള്ളി ഒന്ന് മേളിൽ പോയി കാണാം. വളരെ പ്രത്യേകത ഉള്ള ഒരു പള്ളിയാണെന്നാണ് ചേട്ടൻ പറയുന്നത്. എന്നാൽ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. എന്നിട്ട് നമുക്ക് കോട്ടത്താവളം വരെയൊക്കെ ഒന്ന് പോകാട്ടോ. ഈ ഒരു പള്ളിയുടെ പ്രത്യേകത ലോകപ്രശസ്തനായിട്ടുള്ള ആർക്കിടെക്ചറായ ലോറി ബക്കർ പണിതിട്ടുള്ള ഒരു പള്ളിയാണ്.
അദ്ദേഹം ഗാന്ധി ഓഫ് ആർക്കിടെക്ചർ എന്ന പേരിൽ തന്നെയാണ് അവൻ അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം UK ജനിച്ചെങ്കിലും മഹാത്മാഗാന്ധിയോട് വളരെ സ്വാധീനിക്കപ്പെട്ട് ഇന്ത്യയിൽ ഏകദേശം 50 വർഷത്തോളം ഉണ്ടായിരുന്നു. 2007 90 വയസ്സായിട്ട് തിരുവനന്തപുരത്ത് വെച്ചാണ് അദ്ദേഹം മരണമടഞ്ഞത്. എന്തായാലും അടിവാരംകാർക്ക് അഭിമാനിക്കാം ലോറി ബക്കർ പണിതിട്ടുള്ള ഈ പള്ളിയെക്കുറിച്ച് ഓർത്തിട്ട്. ഈ അടിവാരം കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്തു മലയല്ലേ, ഞങ്ങളുടെ അവിടെയൊക്കെ ഒരു മലയല്ലെന്ന് പോലും തോന്നിപ്പോകും. കാരണം അത്രമാത്രം ഒരു മലയോര ഗ്രാമം തന്നെയാണ് ഈ ഒരു അടിവാരം. എന്നാൽ നമുക്ക് ഇതിൻ്റെ അങ്ങോട്ട് പൂഞ്ഞാർ രാജാക്കന്മാരൊക്കെ ഒളിച്ചിരുന്നൊരു കോട്ടത്താവളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാം. അതെന്തായാലും പണ്ട് ഈ തമിഴ് വംശജരായ രാജാക്കന്മാരായിട്ട് ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടന്നിരുന്നു. അന്നേരം അവരാണ് ഈ കോട്ടത്താവളത്താണ് അവർ ഒളിച്ചിരുന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു പ്രദേശത്തേക്ക് യാത്ര ചെയ്യാം. ഇതാ പള്ളിയുടെ അകം കേട്ടോ, തൂണില്ലാതെ നിർമ്മിച്ച പള്ളി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു നമുക്ക് ചോദിക്കാൻ വേണ്ടി. മലയുടെ ഒരു അടിഭാഗത്താണ് ഈ പള്ളിയുള്ളത്. ഈ പള്ളിയുടെ സൈഡിൽ കൂടെ കാണുന്ന ആ വഴിയുണ്ടോ, ആ വഴി നേരെ വാഗമണ്ണിന് പോവാന്ന്. അതായത് വാഗമൺ ദേ കാണുന്ന മല ഉണ്ടോ, അത് വാഗമണ്ണാന്ന് പറഞ്ഞത്. ഇവിടത്രേ ഉള്ളൂ, ചെറിയൊരു പട്ടണമാണ്. നമ്മളിങ്ങോട്ടല്ലേ പോണേ, ലെഫ്റ്റ്. അങ്ങനെ നമ്മൾ ആ ഒരു അടിവാരത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടത്തുണ്ടോ കോട്ടത്താവളത്തിലുള്ള വഴിയാണ്. എൻ്റെ ചുറ്റും മലയാണ്. നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ, അത്രയും ചെങ്കുത്തായ സ്ഥലത്തിലൂടെ നമ്മുടെ യാത്ര. പുറകിൽ കാണുന്ന ഒരു കയമാണ് കേട്ടോ. കയ എന്ന് പറയുമ്പോൾ ഒരു തോടിൻ്റെ ഒരു കുളം പോലുള്ള സ്ഥലം അത് കേട്ടോ, അടിപൊളി. ഇവിടെ നമുക്ക് നീന്തി കുളിക്കാട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ആഴമുണ്ട്, ഒരു 5-6 ആളി വെള്ളമുണ്ട്. പാറ ഇടുക്കളൊക്കെയാണ്. നന്നായിട്ട് നീന്തൽ അറിയാവുന്നവർ മാത്രമേ ഇവിടെ ഇറങ്ങി കുളിക്കാവുന്നത് എഴുതി വെച്ചാൽ കേട്ടോ. എന്തായാലും ഇത് സ്ഥലം കോട്ടത്താവളം എന്ന് പറഞ്ഞ സ്ഥലം മെയിനായിട്ട് നമ്മുടെ മീനച്ചിലാറിൻ്റെ ഉത്ഭവം ആ ഒരു മലമോളിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിയാണ് പോണത്. ഒരു 1.5 കിലോമീറ്റർ ഇങ്ങനെ ബൈക്ക് പോകുന്നതാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ നടന്ന് കയറണം. നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ തോടുകളും എന്നാ പറഞ്ഞത് പാലങ്ങളും എല്ലാം ഉണ്ട്. ഈ പാലം അപകടാവസ്ഥയിലാട്ടോ കേട്ടോ. ഒരു സൈഡ് ഇടിഞ്ഞു പോയേക്കുവാണ്. അവിടെ ചാടുന്നതിന് കുഴപ്പമില്ല, കുളിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നന്നായിട്ട് നീന്തലൊക്കെ അറിയണം. വലിയൊരു കയമാണ്. ഒരു 5-6 ആളി വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ അടിപൊളി സ്ഥലങ്ങളാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ തോർത്തും ഒന്നും ഇല്ലാതെ പോയി. അല്ലെ ഇവിടെ ചാടി ഒന്ന് കുളിക്കാമായിരുന്നു. അത്ര അടിപൊളിയാട്ടോ കുളിക്കാൻ. അത് ഇതെടുത്തോണ്ടിരുന്നപ്പോഴാണ് തൊട്ടടുത്തുള്ള ഒരു അപ്പച്ചൻ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ പറമ്പിൽ കുറേ ഗുഹകളുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ആ അപ്പച്ചൻ്റെ പറമ്പിലെ ഗുഹയൊന്ന് പോയി കാണാം. പിന്നെ പാലത്തിന് അവിടെ തൊട്ടടുത്തുള്ള വീടാട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു ഗുഹയുണ്ടെന്ന്. ഓർമ്മയുണ്ടല്ലോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? ജോർജ് അല്ലേ? ഇത് അപ്പച്ചൻ പറഞ്ഞൊരു ഗുഹയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ പറമ്പിലോട്ട് പോയിട്ട് ആ ഗുഹയെന്ന് കാണാം. ഇവിടെ മഴക്കാലത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ തോട്ടാപ്പുഴയൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ ഗുഹയിലോട്ട് പോകട്ടെ. ഇവിടുന്ന് എന്തോരം ദൂരം നടക്കാൻ? അത്രേ ഉള്ളോ? ഈ കല്ലിൻ്റെ ഇടക്കോടെയാണ് നമ്മുടെ യാത്ര. അയ്യോ, ഉരുളോട്ടി വന്നാണ്. അതെ, മൊത്തം കാപ്പിത്തോട്ടം. കാപ്പിത്തോട്ടത്തിനകത്തോടെയാണ് നമ്മൾ പോകുന്നത് കണ്ടോ. അതെല്ലേ? ഇല്ല കുഴപ്പമില്ല, നമ്മളിങ്ങനെ തരണോ. ഇതിനടിക്കാൻ ഫുള്ള് വെള്ളം ഒഴുകുന്നതാണ് കേട്ടോ. വെള്ളം ഒഴുകുന്ന ചാലാണ് കണ്ടോ. അതെല്ലേ? ഇത് കണ്ടില്ലേ, വെള്ളമൊഴുക്കൊന്നുമില്ല. അവിടെ മുഴുവൻ പറമ്പാ അപ്പുറം. ഇത് ഭൂമിക്ക് അടിയിൽ നിന്ന് വരുന്ന ഉറവയാന്നാണ് ചേട്ടൻ പറഞ്ഞോ. ഇവിടെ എത്ര വലിയ മഴ പെയ്താലും ഈ ഒരു വെള്ളം കലങ്ങില്ലെന്നാണ് ചേട്ടൻ പറഞ്ഞോ. കണ്ടോ ഈ പാറയ്ക്ക് അടിയിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. നോക്കി, ഇതാണ് എത്ര വീട്ടുകാർക്ക് കുടിക്കാവുന്ന വെള്ളം അറിയാം. ഓസിറ്റാണുണ്ടോ അതിന്? അതെ. അയ്യോ, അയ്യോ, എൻ്റെ ഉള്ളോട്ട് വലിയ വെള്ളമാണല്ലോ. എല്ലാം നരിയുണ്ടോ അതിനത്?
എട്ടുമല്ലോ. ഞാൻ ഇവിടെ വന്നു. ആ ഓക്കെ ഓക്കെ. ഇവിടെ വന്നേ. ശരിക്കും ഇങ്ങോട്ട് ഇവിടെ കയറാം. എന്തോ ഇവിടെ കയറി ഇരുന്ന് നോക്കാം. കണ്ടോ മണ്ട പണിത് വെച്ചിരിക്കുന്നത്? എന്നാ ശില്പിയാ പണിത് ഉണ്ടാക്കിയെന്ന് നോക്കിയേ. ഇങ്ങോട്ട് നോക്കിയേ. എൻ്റെ അമ്മ ഇതുണ്ടോ? ഇത് കണ്ടോ എന്ത് ബലവത്തായിട്ട് കണ്ടോ കല്ല് കുത്തിവെച്ച ഇത് കണ്ടോ മേക്കൂടെ. ഇതിൻ്റെ കലാവാസന നോക്കിയേ. ചെറുതായാലും ആ ലൈറ്റൊന്ന് നിർത്തിക്കാം. എൻ്റെ കൈക്ക് അവളും കാണുക. അല്ല ഞാൻ പറഞ്ഞു ഇരുട്ടറിയണല്ലേ. ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ എന്തുമാത്രം ഉറപ്പിച്ച നീലത്തിമിംഗലം കയറിയാലും അനങ്ങേലോ അതുപോലെ വേണ്ട. ഈ അടിവാരം പള്ളിയോട് ചേർന്ന് കിടക്കുന്ന പറമ്പിലാണ് നമ്മളിപ്പോൾ ഈ കണ്ട ഗുഹകളൊക്കെ. ഇവിടെ 1983-ലും 1993-ലും 2 പ്രാവശ്യം കണ്ട് ഉരുൾപൊട്ടിയ മേഖലകളാണിതൊക്കെ. ഭൗമ ശാസ്ത്രജ്ഞന്മാർ ഇവിടെ വന്ന് പഠനങ്ങളൊക്കെ നടത്തിപ്പോയ ഒരു സ്ഥലം കൂടിയാണിത്. ഞങ്ങളെ ഇതെല്ലാം കാണിച്ചു തന്നതിന് ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി അങ്ങോട്ട് നമ്മളവിടെ കോട്ടത്താവളത്തിന് പോവാണ്. അപ്പച്ചന് 80 വയസ്സാണ് കേട്ടോ. 80 വയസ്സിലാണ് അപ്പച്ചന് ഈ പറമ്പിൽ നടക്കണേ. ചേട്ടൻ്റെ പറമ്പിൽ ഈ ഒരു ഡിസംബറിലും ചക്ക അടക്കണുണ്ടോ. അങ്ങനെ ജെയ്സന്റെ കാലയിൽ ഒരു അട്ട കടിച്ചു കേട്ടോ. അന്നേരം ചാടിപ്പോ 1 മിനിറ്റ് ജീവിക്കല്ല. ഉപ്പൊഴിച്ചല്ലേ? കോട്ട കെട്ടി. ഏത് പൂഞ്ഞാർ രാജാവോ? പൂഞ്ഞാർ രാജാവും ആയിട്ട് എന്താ പിന്നെ നേരെ തമിഴും പാണ്ഡ്യന്നും തമിഴ്. ഓ അങ്ങനെ അങ്ങനെ വന്ന് അവിടെ കോട്ട കെട്ടി താമസിച്ചാലേ. ആ കോട്ടയുടെ അവശേഷങ്ങളൊക്കെ അവിടെ ഉണ്ടോ? കോട്ടയുടെ അവശിഷ്ടമൊന്നുമില്ല. നടകളൊക്കെ ഉണ്ടോ? ഇവിടുന്ന് അങ്ങ് പോകുന്ന അങ്ങ് വരെ പാറ മുഴുവൻ നട കൊത്തിയിട്ടുണ്ട്. രാജാവിന് കയറിപ്പോണേ നട വേണ്ടേ? ഉണ്ടോ? അത് നമ്മൾ പോണ വഴിയാണോ? ഇതിലെയാ. അതെയോ? ഇപ്പൊ നടപ്പ് വഴിയല്ല. 93-ന്റെ ഒക്കെ 90 കാലഘട്ടത്തിലൊക്കെ ഈ മലയ്ക്ക് മുകളിലൊക്കെ ഒരുപാട് ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പം ഒരാൾ പോലും ഇല്ല കേട്ടോ. പന്നിയുടെ ശല്യമൊക്കെ കാണുമല്ലേ ചേട്ടാ? കാട്ടുപന്നിയുടെ ശല്യമൊക്കെ കൃഷിയൊക്കെ നശിപ്പിക്കുമായിരിക്കും. ഇപ്പൊ കുന്നോന്നിയുണ്ട്, ഇവിടെ ഉണ്ടോ, മണ്ടാലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നിയൊക്കെ ഇവിടെ വളരെ ഏതാനും കൊല്ലം കഴിയുമ്പോൾ അവരുടെ ഭരണത്തിലാണ്. അതെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ കുറച്ച് വീട്ടുകാർ മാത്രമേ ഉള്ളൂ. എനിക്ക് 100 ഇടവക്കാരുണ്ടോ അവിടെ? 100 അല്ലേ? 10-200 ഇടവക്കാരുണ്ട്. പകുതി ഇങ്ങനെ പോയതാണ്. അത്രത്തോളം ആളുകൾ ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇനി നമുക്ക് ഈ കോട്ടത്താവളം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഒരു ഇളങ്കാടല്ലേ? ഇളങ്കാട് ഒരു വലിയൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. അവിടെ നമുക്കൊന്ന് പോവാം. പിന്നെ രാജാവിനാണ് നമുക്ക് കയറി പോകാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഡ്രോൺ വിഷ്വൽ ഒന്ന് കാണിച്ചു കേട്ടോ. ഒത്തിരി കയറി പോകണം. ഭയങ്കര തോട്ടാപ്പുഴ ശല്യമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ മഴയൊക്കെ പെയ്തുകൊണ്ട്. എന്തായാലും നമുക്ക് ഇങ്ങനെ ഈ ഒരു ആരും കാണാത്ത പൂഞ്ഞാറിൻ്റെ അല്ലെങ്കിൽ അടിവാരത്തിൻ്റെ കുറേ നല്ല കാഴ്ചകളാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ പോകട്ടെ പറ്റാം. ശരി കേട്ടോ. നമ്മളിതേ ഇവിടുന്ന് ഇങ്ങനെ പോയാൽ അത് അടിവാരത്തിനാട്ടോ. പിന്നെ ഇളങ്കാട് ഈരാറ്റുപേട്ട. ഇളങ്കാട് എന്ന സ്ഥലമാണ്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഈ വഴി പോയാൽ. അപ്പോൾ നമ്മൾ ഈ വഴി മലക്കോട് കയറാട്ടോ. ഓ എന്താ വ്യൂ നോക്കി നിങ്ങൾ. എൻ്റെ പുറകെ കാണുന്ന വ്യൂ എന്നൊക്കെ വെച്ചാണല്ലോ എൻ്റെ പൊന്നെ. നിങ്ങളിവിടെ വന്നോട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ കാണുകയാണ് വാഗമണ്ണിലെ മറ്റേ എന്നെ കുരിശുമല ഇരിക്കുന്നത്. ഈ കോട്ടത്താവളം എന്ന് പറഞ്ഞുകൊണ്ടോ ഈ കാണുന്ന വെള്ളച്ചാട്ടം കണ്ടിത് അതാണ്. നമ്മളിവിടെ കാണത്തില്ല. അത്ര മാത്രം ദൂരമാണ്. ഭയങ്കര ദൂരം അത്. ഇപ്പം നമ്മൾ അടിവാരത്ത് നിന്ന് ഒരു 2-3 കിലോമീറ്റർ അപ്പുറമാണ് നിൽക്കണേ. ഇനിയൊരു ഇവിടുന്ന് ഇതൊരു ചെറിയൊരു റിസോർട്ട് കണ്ട ഹോം സ്റ്റേ കണ്ടാണ്. ഇതിൻ്റെ താഴത്തോട്ട് കിടക്കുന്ന റോഡാണല്ലോ, അത് നമ്മുടെ മുണ്ടക്കയത്തിനുള്ള റോഡാണ്. ഏകദേശം ഒരു 14 കിലോമീറ്ററോളം പോയാൽ മുണ്ടക്കയം എത്താൻ പറ്റും. അപ്പം മുണ്ടക്കയത്ത് നിന്ന് ഇങ്ങോട്ട് വളരെ ബസ്സുണ്ടോ. അങ്ങനെയാണ് ആൾക്കാർ ഇങ്ങോട്ട് വന്നത്. അപ്പം നമ്മളിനി പോകുന്നത് ഈ കാണുന്ന ഈ മലയുടെ അടിവാരത്തിലേക്കാണ്. വീണ്ടും അടിവാരത്തിൽ നിന്നിട്ട് നമുക്ക് കോട്ടത്താവളത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ഒരു വ്യൂ പോയിന്റ് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ പണ്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് സജിമോൻ. സജിമോൻ. ഈ നാട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ 1 കിലോമീറ്റർ പോയി നോക്കാം അല്ലേ? 1 കിലോമീറ്റർ ഇല്ല. ഇനി ഒരു അതുകൊണ്ട് വഴി തീരുവോ അല്ലേ? 1/2 കിലോമീറ്റർ കഷ്ടിയുള്ളൂ. 1/2 കിലോ ഇല്ല. ഈ ടാർ ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയ വഴിയേ ഉള്ളൂ. ചെറിയ വഴി ജീപ്പിലും പോകുമായിരുന്നു. ഇപ്പം ഉരുളുപൊട്ടി മഴയൊക്കെ പെയ്തേ വഴിയെല്ലാം ഉരുളുപൊട്ടോ ഇവിടെ? ഉരുളുപൊട്ടിയായിരുന്നു. പിന്നെ ഭയങ്കര ഉരുളൊക്കെ പൊട്ടിയതാ. എന്നാ ഉരുളുപൊട്ടിയത്? നിങ്ങളാണ് അവിടെ കല്ലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് 93-ൽ പൊട്ടിയ മലയൊന്നും അങ്ങ് ഒത്തിരി അകലേന്ന് വന്ന കല്ലാണ്. ഈ റോഡ് തീർന്നെടുത്ത് കയ്യിലുമ്പോൾ കാണാം. തൊട്ടരി 2 പാറ ഇങ്ങനെ വന്നിരിക്കും. ഉരുൾപൊട്ടിയല്ലേ? ഉരുളോട്ട് പോകുന്ന മലയെന്ന് അവിടെ വന്നു. ചേട്ടൻ്റെ പിള്ളേരൊക്കെ? നമ്മുടെ പേരെന്നാ? എൻ്റെ പേര് അനൂപ്.
ചേട്ടൻ്റെ മക്കളൊക്കെ ഒരു പെണ്ണ് ചെറുക്കൻ ഗൾഫില, മകള് കല്യാണം കഴിച്ചു വിട്ടു. ആ അതെല്ലേ. ഈ വീഡിയോ വരും ഫേസ്ബുക്കിലൊക്കെ യൂട്യൂബിലൊക്കെ കാണാൻ അവർക്ക് കാണാം. ആയിക്കോട്ടെ. ഇതൊക്കെ പണ്ട് ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലം കേട്ടോ. ഇപ്പോൾ ഒന്നും ആരുമില്ല, എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടോ. കണ്ടോ, ഇവിടെ ഒരു മനുഷ്യനില്ല. ആ ചേട്ടൻ്റെ പറമ്പുണ്ട് ഇതുപോലെ. ആ ചേട്ടൻ വന്ന പോലെ ഇങ്ങനെ പണിയാൻ ആൾക്കാർ വരും, എന്നിട്ട് പണിതിട്ട് പോവാം. അതെ ഇവിടം വരെ ഉള്ളൂ വണ്ടിയൊക്കെ ഉള്ളൂ. ദിസ് ഇസ് ദ ലാസ്റ്റ് പ്ലേസ്. ചേട്ടാ ഇത് മേലോട്ട് വണ്ടി കയറി പോയി പോവല്ലേ അല്ലേ? അടിവാരം പള്ളിയൊക്കെ എടുത്താ പോയിരുന്നു. ഇവിടെ ഇപ്പം എത്ര വീട്ടുകാരുണ്ട്? നിങ്ങളുടെ 2-3 വീടുള്ളൂ അല്ലേ? ഇപ്പം നമ്മൾ കോട്ടത്താവളം പോകാൻ വേണ്ടി ഇതുണ്ട്. ഇവിടം വരെ റോഡല്ലോ കേട്ടോ. ഇതിൻ്റെ മേലോട്ട് ഫുള്ള് പ്രൈവറ്റായ വ്യക്തികൾ ഓരോ സ്ഥലങ്ങളാണ്. അവരാണ് ഈ റോഡ് പണിയുന്നത്. ഈ റോഡ് നമ്മുടെ കോട്ടത്താവളം വാഗമണ്ണിൻ്റെ അടിവാരത്ത് വന്ന് മുട്ടുകയാണെങ്കിൽ പിന്നെ ഗവൺമെൻറ് പണിത് കൊടുക്കുമായിരിക്കും. അങ്ങനെയാണ് അവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വലിയ ചെങ്കുത്തായ മലഞ്ചെരുവിക്കടെ റോഡ് വെട്ടിപ്പോകുന്ന കാഴ്ചയാണ്. നമുക്ക് ഈ വലിയ മല കയറാം. എങ്ങനെയാണ് ജിബിൻ പറഞ്ഞിരുന്ന ഒരു കോട്ടത്താവളത്തിന് കയറി പോവാ. ഇതെന്തോ ഇങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഭാവിയിൽ ഈ ഒരു വഴിയൊക്കെ വികസിക്കുമെന്ന് നമുക്ക് കരുതാട്ടോ. കണ്ടോ ഇവിടെ കുറച്ച് വീട്. ഇത് നമ്മുടെ വീട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്കൂടെ നേരെ കയറി പോകട്ടോ. അപ്പോൾ നമ്മൾ പോണ ഗ്രാമം ഒരു ഒന്നൊന്നര സ്ഥലം കേട്ടോ. അതായത് 93 ഉരുൾ പൊട്ടിയിട്ട് വന്ന കല്ലുകളൊക്കെ എടുത്തുണ്ടോ. നമ്മുടെ ആ മലയിൽ പോകണം, കയറി പോകട്ടോ. സ്ഥലം തന്നെ കേട്ടോ. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വന്നെ കാണാം. നമ്മുടെ താഴത്ത് അഗാധമായിട്ടുള്ള കൊക്കയാട്ടോ ഒരു സൈഡിൽ. നമ്മളിപ്പോൾ ഇതിനെ കയറി വന്നേക്കുക. ശരിക്കും ഇത് പൂഞ്ഞാറിൻ്റെ ഒരു ഉൾഗ്രാമം കേട്ടോ. കണ്ടോ മല കണ്ടോ. ഇതിലേക്കൂടെ പോകുമ്പോൾ എന്തായാലും കയ്യിൽ നിങ്ങൾ സാനിറ്റൈസറോ അല്ലെങ്കിൽ ഉപ്പോ കരുതണം കേട്ടോ. അല്ലെ ഉറപ്പായിട്ടും തോട്ടപ്പുഴ അടിക്കും. വഴി വയ്ക്കാൻ ഒരു മനുഷ്യനില്ല കേട്ടോ. ഈ പോണ വഴിക്കോടെ അങ്ങ് പോയാൽ മതി. മലയുടെ ചെരുവിലായി ജാതിയൊക്കെ വെച്ചേക്കണ അറിയാം നമുക്ക്. കണ്ടോ അതെ, പ്ലാവ്, ജാതി. വെള്ളം ഉണ്ട് കേട്ടോ ഇവിടെ. എവിടുന്നോ വെള്ളം വരുന്നുണ്ട്. വെള്ളത്തിന് പിന്നെ ഒരു പഞ്ഞ വരുന്നുണ്ട് കേട്ടോ. നമ്മളിനിയും നടക്കണം കേട്ടോ. ഇഷ്ടം പോലെ അങ്ങ് നടക്കും. ആളുകളൊന്നും ഈ വഴി പോകാത്തതുകൊണ്ട് ഇത് വഴി മൊത്തം അടഞ്ഞു പോയി കേട്ടോ. പള്ളം വന്ന് പള്ളക്കിടയ്ക്ക് വല്ല പാമ്പൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. ഓ ഇനിയും കിടക്കോട്ടെ അങ്ങോട്ട്. ഈ മലയ്ക്ക് മുകളിലോട്ട് ഇങ്ങനെ ചുറ്റി നമ്മളിങ്ങനെ കയറി പോകണം. ഓ ഈ സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ അക്ഷരാർത്ഥം ഞെട്ടിപ്പോയിട്ടോ. കണ്ടോ ഏത് ദുനിയാവായത് നോക്കി. ആ വഴി ഇങ്ങനെ പോയേക്കണം കേട്ടോ. അങ്ങ് വന്ന് നടക്കണം. അവിടം വരെ 1 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു. ഈ നടന്നാണ് നമ്മുടെ ഇടപാട് ചെയ്തോട്ടെ. കണ്ടോ നമ്മൾ ആ മല മൊത്തം കയറി നടന്ന്. നടക്കാൻ ഓക്കെയാണ്. നിങ്ങളൊരു ഹെവി ട്രെക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ. കോട്ടത്താവളത്തേക്ക് നിങ്ങൾക്ക് അടിവാരത്തിന് യാത്ര ചെയ്യാം. ഒരു സംഭവം തന്നെയാണ്. ഒരു മനുഷ്യൻ ഇവിടെ ഇല്ല കേട്ടോ. നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, വലിയ മഴയൊന്നും വരുമ്പോൾ ദൈവത്ത് പറഞ്ഞ് ഇങ്ങോട്ട് വരരുത് കേട്ടോ. ഇതുണ്ടോ ഇതൊക്കെ വലിയ വെള്ളം വന്ന സ്ഥലം കേട്ടോ. വെള്ളം വരുന്ന സ്ഥലം എൻ്റെ താഴത്തോട്ട് അങ്ങ് പോകും. ഒരു പക്ഷേ നമ്മൾ തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ വലിയ മഴയാണെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. അല്ല ഇതാ അങ്ങനെ പണി കിട്ടും കേട്ടോ. ഇവിടെ ജീപ്പൊക്കെ കയറി പോകും. പക്ഷേ ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ റിസ്ക് കേട്ടോ. ആകെ ഇത്ര സ്ഥലമുള്ളൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ ഇടിഞ്ഞു പോകുന്ന സ്ഥലമാണ്. താഴത്തോട്ട് അഗാധമായിട്ട് മാണ്ടിയ. പിന്നെ ഇവിടെ നമുക്ക് റിസ്ക് കേട്ടോ. 50-50 ചാൻസ് അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയില്ല ഇങ്ങോട്ട് വണ്ടിയാണെന്ന് പറയാൻ കേട്ടോ. അതുപോലെ എക്സ്പോർട്ടിലുള്ള ഈ മാട്ടയിൽ ഇടിച്ചിങ് പോയി. ശരിക്കും ഈ പാറ കുറച്ചുകൂടെ അരി വേണമെങ്കിൽ കയറി പോകുന്നതല്ല. ഇവിടെ എന്തോ വെള്ളം വന്ന് പോയതാന്ന് തോന്നുന്നു. ഇച്ചിരി വീതി ഉണ്ടായിരുന്നാന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ടൊരു കുന്നാണ്. ഇവിടെ ഇങ്ങനെ വെട്ടിയാണ് വഴി ഇറക്കിക്കുന്നത്. എത്രത്തോളം റിസ്ക് ആണെന്നറിയോ ഓരോ വഴിപണിയിലുള്ളത്. നമ്മുടെയൊക്കെ കാണുന്ന ഇപ്പോൾ ഇടുക്കി അല്ലെങ്കിൽ വാഗമൺ റൂട്ടുകൾ ഇങ്ങനെ പണിതുള്ള വഴികളാണ്. ഒന്ന് ആലോചിച്ചോക്കി, ദുനിയാവിൽ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടല്ലേ. ഏതോ മേഘാലയത്തിൽ പോയി നിൽക്കും പോലെ എനിക്ക് തോന്നുന്നു ഇവിടെ കാണുമ്പോൾ. അത്രമാത്രം ചെരുവാ. ഒരു 1.5 കിലോമീറ്ററോളം പുത്തനെ മലയാട്ടോ. ആ മല കയറി ഇവിടെ എത്തി. ഇവിടുന്ന് ഇനി ഒരു 1/2 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഉള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ജസ്റ്റ് കാണാൻ പറ്റില്ല. അടുത്തോട്ട് പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അതൊരു വലിയൊരു കൊക്കയുടെ അവിടെ ഇരിക്കണം. എന്തായാലും ഇതൊരു
ഭയങ്കര സ്ഥലം കേട്ടോ. ഇതിന് എത്ര കെട്ടൊക്കെ കെട്ടി ഭാവിയിൽ ഇതൊക്കെ വഴിയൊക്കെ ആയിട്ട് വന്നെന്നുണ്ടെങ്കിൽ എന്തോരം പണി പണിയെന്നറിയോ. അത്ര കോടി രൂപയുടെ പ്രൊജക്റ്റ് ആയിരിക്കും അല്ലേ. എന്തായാലും അങ്ങനെയൊക്കെ വരട്ടെ. എല്ലാവർക്കും ഈ അടിവാരത്തുള്ളവർക്കൊക്കെ വാഗമണ് പോകാൻ ഈ ഒരു വഴി വളരെ എളുപ്പമാണെന്ന് പറഞ്ഞിട്ടു. അപ്പം നാട് വികസിക്കട്ടെ, അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കും ഒരു ആശ്വാസകരമായ നല്ലൊരു വഴി ഇങ്ങനെ ഉണ്ടാവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണെന്ന് പറഞ്ഞു. പക്ഷേ വെള്ളം കുറവാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കാണാം. ഒരു പുളി കേട്ടോ, നമ്മുടെ പുളിക്കത്തടത്തിലെ പുളി പോലെ ഇവിടെ ഒരു പുളി നിൽക്കുന്നുണ്ട്. ഈ പുലിയുടെ ഇവിടെ നിന്ന് പൊക്കിയാൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ കുറച്ചുകൂടെ മുന്നോട്ട് പോയി ഡ്രോൺ പൊക്കിയാലാണ് ആ വെള്ളച്ചാട്ടം പിന്നെയും കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് അങ്ങനെ പോകാം. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ മല കയറിയതേ കോട്ടത്താവളത്തിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്നു കേട്ടോ. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോണേ. ആ വെള്ളച്ചാട്ടത്തിൽ പോകാൻ നമുക്ക് പറ്റില്ല. ഇതുള്ളൂ ജസ്റ്റ് ബാക്കി കാണാമോ? ജസ്റ്റ് അല്ലേ കാണത്തുള്ളൂ. നമുക്ക് ഇതിൻ്റെ ആകാശ ദൃശ്യം കാണാം. ഈ പാണ്ഡ്യ രാജവംശത്തിൽ നിന്നാണ് പൂഞ്ഞാർ രാജവംശം ഉടലെടുത്തതെന്നാണ് പറയപ്പെടുന്നത്. ഒരു പാണ്ഡ്യ രാജാവായിരുന്ന മാനവിക്രമ കുലശേഖര പെരുമാറാണ് പൂഞ്ഞാർ രാജവംശത്തിൻ്റെ സ്ഥാപകൻ. ഈ AD 1152 ഈ പൂഞ്ഞാർ രാജവംശവും അല്ലെങ്കിൽ തമിഴ് രാജാവൊക്കെ ആയിട്ട് ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടന്നിരുന്നു. ഒരുപക്ഷെ ആ ഒരു യുദ്ധകാലഘട്ടത്തിലാവാം ഈ ഒരു കോട്ടത്താവളം മലയ്ക്ക് അടിവാരത്തിൽ വന്നിട്ട് അവർ ഒളിച്ച് താമസിച്ചത്. ഈ ഒരു മലയ്ക്ക് അടിവാരത്തേക്ക് ഇറങ്ങിപ്പോകാൻ നമുക്ക് പ്രോപ്പറായിട്ട് വഴികളൊന്നുമില്ല. വഴികൾ ഉണ്ടാവായിരിക്കും കേട്ടോ. ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. ഞങ്ങൾ നോക്കിയിട്ട് കണ്ടില്ല. ഇപ്പം മൊത്തം കാട് പിടിച്ച് കിടക്കുവാണ്. എങ്കിലും പണ്ട് ആ കോട്ടയുടെ അങ്ങോട്ട് കയറിയ പടവുകളൊക്കെ അവിടെ ആ പാറയിലൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ആരെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ വല്ലതും ഉണ്ടെങ്കിൽ ഇടുക കേട്ടോ. എന്തായാലും ഇവിടെ മഴക്കാലത്ത് വന്നാൽ അതിഭീകരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. നമ്മൾ വന്ന സമയത്ത് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. ഇതിൻ്റെ പിറകിലായിട്ട് നമ്മുടെ വാഗമൺ കുരിശുമലയാണ്. അതിൻ്റെ തൊട്ട് ആ മലയുടെ അടിവാരത്തിലാണ്. ഈ വാഗമൺ കുരിശുമലയുടെ അടിവാരത്തിലൊക്കെ ഒരു വലിയൊരു വാവലള്ളെന്ന് വലിയൊരു അള്ളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. വലിയൊരു ഗുഹ. അങ്ങനെ അറിയപ്പെടാതെ കിടക്കുന്ന എത്ര സ്ഥലങ്ങളാണെന്ന് അറിയാം ഇതിൻ്റെ ഈ ഒരു മലഞ്ചെരുവിൽ. ഇങ്ങനെ നോക്കിയാൽ ഈ വഴി പോയേക്കണുണ്ടോ? ഈ വഴി ഈ മലയുടെ അടിവാരത്തിലൂടെ ഇങ്ങനെ ചെത്തി ഇറക്കി ഇങ്ങനെ പോയേക്കുവാണ്. ഇനി നമുക്ക് ഈ പൂഞ്ഞാറിൻ്റെ അടുത്തായിട്ടുള്ള അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം. ഒരു കുല്ലപ്പാറ അല്ലെ പുല്ലപ്പാറ എന്നൊരു സ്ഥലമുണ്ട്. പിന്നെ ഒരു വേങ്ങത്താനം വാട്ടർഫോൾസ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. വന്നാലാണ് നല്ല വെള്ളമുള്ളപ്പോൾ നല്ല മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ വെള്ളമില്ല. എന്തായാലും ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മീനച്ചിലാറിൻ്റെ ഒരു ഉത്സവം ഇവിടുന്ന് കേട്ടോ. ഈ ഒരു മലയുടെ മോൾഭാഗത്താണ്. അപ്പോൾ ഈ ഒരു തോടിങ്ങനെ താഴത്തോട്ട് പോയാണ് പല തോടുകളായിട്ട് മാറിയാണ് മീനച്ചിലാർ ഉത്സവിക്കുന്നതാണ് പറയണേ. വഴി താമസിക്കുന്ന ഒരു ചേട്ടനാട്ടോ. ജോസ് ചേട്ടൻ്റെ വീടാ. ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറിയതാ. ചേട്ടൻ ഇവിടെ പറമ്പിൽ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത്. അടിപൊളി. വേനലാകുമ്പോഴത്തേക്ക് പിടിച്ചു വെച്ചിട്ടുണ്ട് ആണല്ലേ. തോട്ടിൽ തന്നെ വെള്ളമാണോ? നല്ല കിടിലം വെള്ളമല്ലേ? പിന്നെ രാത്രി വരുമല്ലേ? ഇവിടെ എന്നാ കൃഷി ഉണ്ടോ പറമ്പില്? കുരുമുളകാണ് മെയിനായിട്ട്. റബ്ബറുണ്ട്. ചേട്ടൻ ഇവിടെ ഏത് വർഷത്തിൽ വന്നാന്ന് ഓർമ്മയുണ്ടോ? ഞാനിവിടെ ജനിച്ചു വളർന്ന. അപ്പൊ ഇപ്പം 1951 ഞാൻ ജനിച്ചത്. 51 ജനിച്ചാലേ. അന്ന് ഈ പ്രദേശമൊക്കെ ഫുള്ള് കാടായിരുന്നു അല്ലേ? 72 വയസ്സല്ലേ? അന്ന് കാരണന്മാരായിട്ട് വന്ന വെട്ടിത്തെളിച്ച് കാട് ഇപ്പഴാ പന്നിയൊക്കെ ആയത്. ഓ ഇപ്പൊ പന്നി ശരിക്കും മേലോട്ടെങ്ങും ഒരാൾ പോലും താമസിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതങ്ങ് നിങ്ങള് മുകളിൽ കയറി പോയില്ലേ, അതിന് തൊട്ട് താഴെ വരെ ഈ പറമ്പാണ്. അതെയോ? ചേട്ടന്റെ പറമ്പ് ഇത് 5 ഏക്കറാ. ഈ 1980-90 കാലഘട്ടത്തിൽ ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കാണ്ടല്ലേ? പിന്നെ ഇവിടെ അന്ന് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, ഇതിനപ്പുറത്ത് 2-3 വീടുണ്ടായിരുന്നു, മുകളിൽ വീടുണ്ടായിരുന്നു. അങ്ങോട്ട് പോയാൽ അവിടെ എല്ലാം ഈ വഴി ഉണ്ടായിരുന്നു. ഇതുപോലത്തെ വഴി ഉണ്ടായിരുന്നു. നടപ്പുഴി മാത്രമേ ഉള്ളൂ. അതായത് താഴേന്ന് അമ്പലത്തിന്റെ ഇവിടുന്ന് റോഡ് കോൺക്രീറ്റ്, ഇവിടെ ഒരു കോൺക്രീറ്റ്, അതിലെ ഇങ്ങോട്ട് കയറി വന്ന ഞാനിവിടെ നിന്ന് നടന്നല്ലേ. ചേട്ടൻ പറഞ്ഞ വെച്ചാൽ എത്ര നാൾ കഴിഞ്ഞാലും സ്വന്തം പറമ്പിൽ വരാതെ പോകില്ലല്ലോ. അതുകൊണ്ട് താഴെ വീടുണ്ട് ചേട്ടന്. പക്ഷെ എന്നാലും ഇങ്ങോട്ട് കയറി ഇവിടെയൊക്കെ വന്ന് പറമ്പിലൊക്കെ വന്ന് ചെയ്തിട്ടേ പോകുള്ളൂ. മലയിറങ്ങി താഴെ വന്നപ്പോൾ കാണുന്നൊരു അമ്പലമാണ്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാട്ടോ. അയ്യപ്പൻ്റെ അമ്പലമാണ്. എന്തായാലും നല്ലൊരു ആംബിയൻസിൽ അമ്പലം ഇരിക്കുന്നത്.
പുല്ലപ്പാറ പല പേരുകളിൽ അറിയപ്പെടും കേട്ടോ. പുല്ലപ്പാറ എന്നാണ് നിലവിൽ എഴുതി വെച്ചത്. ഇവിടെ പൂഞ്ഞാർ അവിടെ ആക്കാണ് കേട്ടോ. നമ്മുടെ ഈ പുല്ലപ്പാറയുടെ വലതുവശത്തായിട്ട് നമുക്ക് ഇല്ലിക്കക്കാലൊക്കെ ഇവിടെ നോക്കി കാണാൻ പറ്റും. അപ്പം നിങ്ങൾ എന്തായാലും ഈ പൂഞ്ഞാർ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം കേട്ടോ. നല്ല രസം കേട്ടോ. ഒന്നിലും അതിരാവിലെ വരണം, ഇല്ലെങ്കിൽ വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷം വന്നാൽ അത്യാവശ്യം സൂര്യാസ്തമയം കാണാൻ ഇവിടെ കാണാൻ പറഞ്ഞു കേട്ടോ. സൂര്യാസ്തമയം കാണാം. പിന്നെ ഒരു ചെറിയ കാറ്റൊക്കെ ഉണ്ട്. നല്ല രസമായിരിക്കും. ഒരു 6 ഈ പള്ളിയുടെ പൂഞ്ഞാർ പള്ളിയുടെ ഭാഗമായിട്ടുള്ള ഈ പള്ളിയുടെ അണ്ടറിൽ തന്നെയാണ് ഇത് വരുന്നത്. നല്ല കെട്ടിയാണ് വെച്ചിട്ടുണ്ട്. സേഫ് ആയിട്ട് നമുക്ക് ഇവിടെ നിൽക്കാം. പിള്ളേരെ കണ്ടൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല രസമായിട്ട് കണ്ടോ. ചുറ്റും മലകളാണ് നമുക്ക് ചുറ്റും കണ്ടോ. ഭയങ്കരമായിട്ടില്ലേ ഇതുപോലെ ചുറ്റും മലയുള്ള പ്രദേശമൊക്കെ. ഇവിടെ എനിക്ക് വേണ്ട എല്ലാ മലകളിലും തന്നെ ഇതുപോലെയുള്ള പള്ളികളുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും എടുത്തു പറയത്തക്ക ഒരു കുരിശുമല തന്നെയാണ് ഇത്, പുല്ലപ്പാറ കുരിശുമല. അപ്പോൾ എന്തായാലും നിങ്ങൾ പൂഞ്ഞാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക. നല്ല കിടിലൻ സ്ഥലം തന്നെ കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു വേങ്ങത്താനം എന്നൊരു വാട്ടർഫോൾസ് ഉണ്ട്. വേങ്ങത്താനം വാട്ടർഫോൾസ് കേട്ടോ അവസാനമായിട്ട് വന്നത് കണ്ടോ. ഇവിടെ വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഒരു മുന്നറിയിപ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസ് ആണ്. ഇങ്ങോട്ട് പാറലോട്ട് ഇറങ്ങരുത്, കുളിക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആസ് യൂഷ്വൽ ഞാൻ പറയുമ്പോൾ തന്നെ എല്ലാ വെള്ളച്ചാട്ടത്തിലും പോയാൽ നമ്മൾ ശ്രദ്ധിക്കുക. അപകടം നമ്മൾ വരുന്നതാണ്, അല്ലാതെ വെള്ളച്ചാട്ടത്തിന് യാതൊരു അപകടം ഉണ്ടാവില്ല കേട്ടോ. ആടെയാണ് യഥാർത്ഥത്തിൽ വെള്ളച്ചാട്ടം, എൻ്റെ മേളല്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡ്രോൺ മെഷീനിൽ കാണിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ പൂഞ്ഞാറിൻ്റെ വാട്ടർഫോൾസ് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് പണ്ട്, ഒരു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഇപ്രാവശ്യം പൂഞ്ഞാറിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം ചെയ്യണം. കാരണം പൂഞ്ഞാറിൽ നിന്ന് പോയിട്ട് വരാവുന്ന വളരെ അടുത്തുള്ള വെള്ളച്ചാട്ടങ്ങളൊന്നാണ് ഇത്. ഈ വേങ്ങത്താനവും പിന്നെ അരുവിക്കച്ചാൽ എന്നൊരു വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ, അതും തൊട്ടടുത്താണ്. പിന്നെ മാർമല അരുവി കുറച്ചുകൂടെ മാറിയാണ്. എന്തായാലും ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങൾ കണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ സ്വന്തം പൂഞ്ഞാർ. നിങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വെള്ളച്ചാട്ടങ്ങൾ വരിക. പ്രത്യേകിച്ചും നമ്മൾ മുൻകരുതൽ ബോർഡുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചിട്ട് നമ്മൾ വെള്ളത്തിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങും കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും പൂഞ്ഞാറിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളുടെ കാഴ്ചയൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് അറിയപ്പെടാതെ കിടക്കുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രം മറക്കല്ലേ. അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇനി ഇതുപോലെ മറ്റൊരു ഗ്രാമത്തിൻ്റെ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക.